ഈ കേരളത്തിനകത്ത് ഈ കേരളമായത് ഇടതുപക്ഷ ജനാധിപത്യം വേണ്ടി ഭരിക്കണമുണ്ട്. അറിയോ നിങ്ങൾക്ക്? ഇന്ത്യയിൽ 10-29 സംസ്ഥാനമുണ്ടല്ലോ. ഈ 10-29 സംസ്ഥാനത്തിനകത്ത് കേരളത്തിലും ബംഗാളിലും ഉള്ളതൊന്നും മറ്റുള്ളവർക്ക് ഇല്ലാത്ത എന്താ കേരളത്തിലും ബംഗാളിലും മാത്രം വ്യത്യാസം എങ്ങനെയാ? ഇവിടെ മാന്ത്രികനായ മാന്ത്രികൻ ലോകത്തിലുള്ളതുകൊണ്ട്. കേരളത്തിൽ എല്ലാവർക്കും നല്ല വിദ്യാഭ്യാസമുണ്ട്. അതിൽ അൽഫോൻസ കണ്ണന്താനം പറഞ്ഞത്, ഞാൻ കേരളത്തിൽ നിന്ന് പോവാണ്. എന്താ ഇവിടെ പട്ടിണിയൊക്കെ മാറി, ഇനി പട്ടിണിയുള്ള പ്രദേശത്തേക്ക് പോവാണ്. അണ്ണാസ്നാരി എന്ന് പറയുന്ന വന്ധ്യവയോധികൻ ഇന്ന് നിരാഹാരം കിടക്കുകയാണ്. എന്തിനാ നിരാഹാരം? ഇന്ത്യയിൽ അഴിമതിക്കെതിരായി വരുന്ന ലോകപാൽ ബില്ലിലെ കൃത്രിമത്തിനെതിരായിട്ടാണ്. എന്താ ഇന്ത്യയിൽ അഴിമതിക്കെതിരായിട്ടുള്ള ഒരു വന്ധ്യവയോധികൻ നിരാഹാരം കിടക്കുന്നു. ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്നു. 10,000-കണക്കിന് ആളുകൾ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ അതിന് പിന്നാലെ കൂടുന്നു. ഇടതുപക്ഷ രാഷ്ട്രീയ പാർട്ടികളെല്ലാം അതിന് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നു. എന്താ അഴിമതിക്കെതിരെ? ഏത് അഴിമതിക്കെതിരാണ്? ഈ രാജ്യത്ത് മൻമോഹൻ സിംഗ് കൂട്ടും നടന്ന് വമ്പൻ അഴിമതിക്കെതിരാണ് AK ആന്റണി. ഞാനും രാഹുൽജിയും സോണിയാജിയും മൻമോഹൻ സിംഗ് കൂടിച്ചേർന്നിട്ടാണ് കർഷകന്റെ ആത്മഹത്യ ഇല്ലാതാക്കിയത്. നന്ദി വീണു, നന്ദി. ആരോട്? എടോ, നിങ്ങളുടെ തറവാട്ട് സ്വത്തൊന്നല്ലല്ലോ ഈ ഖജനാവ്. കേരളത്തിൽ നിന്ന് പിരിക്കുന്ന ടാക്സ് അങ്ങോട്ട് പോയി കേരളത്തിൽ ജനസംഖ്യാനുപാതമായി ഇങ്ങോട്ട് കിട്ടുന്നതിന്റെ പേരാണ് ഇത്. അതിന് ഞങ്ങൾ നിങ്ങളോടല്ല നന്ദി പറയേണ്ടത്. ഞങ്ങൾ ഇന്ന് കൊണ്ടുപോകണതിനാണ് ഞങ്ങൾ നന്ദി പറയേണ്ടത്. ഇവിടെ ആന്റണി പറയുന്നത് കർഷകന്റെ ആത്മഹത്യ ഇല്ലാതാക്കിയത് ഞങ്ങളാണെന്നാണോ, നിങ്ങളാണെന്നാണോ? അങ്ങനെ നിങ്ങൾക്ക് ആന്ധ്രാപ്രദേശിൽ എന്താ പരിഹരിക്കാൻ പറ്റാത്തത്? നിങ്ങൾക്ക് എന്താ വിദർഭയിൽ പറ്റാത്തത്? നിങ്ങൾക്ക് എന്താ മഹാരാഷ്ട്രയിൽ പറ്റാത്തത്? നിങ്ങൾക്ക് എന്താ കർണാടകത്തിൽ പറ്റാത്തത്? 2011 ജനുവരി 23-ാം തീയതി 57 ആൾ ആത്മഹത്യ ചെയ്തു. 57 ആളുകൾ ആത്മഹത്യ ചെയ്തു. എവിടെ? കർഷകർ വിദർഭയിൽ പട്ടിണി കിടന്ന് മരിച്ചതാണ്. 1550 ആളുകളാണ് ആന്റണിയും ഉമ്മൻചാണ്ടിയും ഭരിക്കുമ്പോൾ ആത്മഹത്യ ചെയ്തത്. ഒറ്റയാൾ ആത്മഹത്യ ചെയ്യാത്തത് കുരുടാൻ കിട്ടാണ്ടാണോ? ഞങ്ങളത് മാറ്റിയെടുത്തതാണ്. ഞങ്ങളാണത് മാറ്റിയെടുത്തത്. അതിന് വലിയ വിദ്യാഭ്യാസം വേണ്ട. 4ാം ക്ലാസ് വിദ്യാഭ്യാസം മതി. ആളുകൾക്ക് വിശ്വാസം ഉണ്ടായാൽ മതി. ആളുകൾക്ക് വിശ്വാസം ഉണ്ടാകാൻ ഈ 2 പേര് മതി. VS അച്യുതാനന്ദൻ എന്ന പേര് കേട്ടാൽ ആളുകൾക്ക് വിശ്വാസമാണ്. അതാണ് വേങ്ങരയിൽ പ്രിയപ്പെട്ടവരെ, കുഞ്ഞാലിക്കുട്ടിയുടെ മണ്ഡലത്തിനകത്ത് വേങ്ങര പ്രദേശത്ത് 10,000-കണക്കിന് പുറത്തേറ്റ പെണ്ണുങ്ങൾ വന്ന് ഈ മഹാമനുഷ്യന്റെ കൈ തൊടാൻ, ഈ മഹാമനുഷ്യന്റെ വാക്ക് കേൾക്കാൻ വരുന്നത് അങ്ങനെയാണ്. അപ്പൊ അവിടെ പ്രശ്നം. അവളെ പ്രീത, അവളുടെ എതിർ കാൻഡിഡേറ്റ് പറഞ്ഞു, എന്നെ വല്ലാതെ മോശമായി പറഞ്ഞു. എന്താ മോശമായിട്ട് പറഞ്ഞത്? പത്രക്കാരൻ ചോദിച്ചു, VS ഇങ്ങനെ എതിരായിട്ട് മത്സരിക്കുന്ന കാൻഡിഡേറ്റ് വലിയ പ്രശസ്തയാണല്ലോ. പറഞ്ഞു, ആയിരിക്കാം, നിങ്ങൾ അന്വേഷിച്ചാൽ മതി. അപ്പൊ കോൺഗ്രസ് പറഞ്ഞു, എന്തോ ആക്കി പറഞ്ഞതാണ്. കോൺഗ്രസ് ഇത് ശോഭന ജോർജുമാരെ കണ്ടതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നതാണ്. ഞങ്ങളതൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. ഞങ്ങൾ VSന്റെ മകളുടെ പ്രായമുള്ള ഒരു പെണ്ണിനെ കുറിച്ച് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും അതേമാതിരി ജേർണലിസ്റ്റും ആയതുകൊണ്ട് അവർ പ്രശസ്തയാണ് എന്ന് പറഞ്ഞതിന് എന്താ തെറ്റ്?